കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികളെയും KCB ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കും. അസ്വാഭാവിക മരണത്തിന് പകരം കുറ്റകരമായ നരഹത്യ വകുപ്പ് ചുമത്തും. അന്വേഷണത്തിന് ശാസ്താംകോട്ട SHOയുടെ നേതൃത്വത്തിൽ 6-അംഗ സംഘത്തെയും രൂപീകരിച്ചു. മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ വീഴ്ച വരുത്തിയവരെല്ലാം കണ്ടെത്തി പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും. മരണത്തിൽ നിലവിലെ മാനേജ്മെന്റ് ഭാരവാഹികൾക്ക് പുറമെ സൈക്കിൾ ഷെഡ് നിർമ്മിച്ച സമയത്ത് മാനേജ്മെന്റ് കമ്മിറ്റിക്കെതിരെയും കേസെടുക്കും. KCB മൈനാഗപ്പള്ളി സെക്ഷനിലെ ഉദ്യോഗസ്ഥരെയും സ്കൂളിന് ഫിറ്റ്നസ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറും പ്രതികളാകും. കുറ്റക്കാർക്കെതിരെ BNS 106 പ്രകാരം കുറ്റകരമായ നരഹത്യ വകുപ്പ് ചുമത്തും. മിഥുന്റെ കുടുംബത്തിന് സ്കൂൾ മാനേജ്മെന്റ് 10 ലക്ഷം രൂപ സഹായം നൽകും. എന്ത് നടപടിയും നേരിടാൻ തയ്യാറാണെന്ന് മാനേജർ പറഞ്ഞു. ഈ സംഭവം നടക്കുന്നത് തൊട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെയാണ്. ഈ കുട്ടിയുടെ കുടുംബത്തെ സഹായിക്കുന്നതിനായിട്ട് സാമ്പത്തികമായി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു 10 ലക്ഷം രൂപ ഞങ്ങൾ സഹായധനം തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്ക് ശേഖരിച്ചു. കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തും. മിഥുന്റെ മരണത്തിന് പിന്നാലെ അടച്ച സ്കൂൾ ചൊവ്വാഴ്ച തുറക്കും. മീഡിയ 1 കൊല്ലം.